ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, മലയാളിയുടെ ചുണ്ടുകളിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എപ്പോഴും തത്തിക്കളിക്കുന്ന എത്രയോ ഗാനങ്ങൾ, അതിൻ്റെ ശബ്ദമാധുര്യം കൊണ്ട് ജേട്ടൻ മരിക്കാതെ ലോകമുള്ളിടത്തോളം കാലം മലയാളിയുടെ ദിനചര്യകളിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മലയാളത്തിന് ഏറ്റവും ലാളിത്യമാർന്ന ഒരു സംഗീത ശൈലി കൂടി, ഗാനാവതരണത്തിൻ്റെ കാര്യത്തിലുൾപ്പെടെ ഒരു ലാളിത്യമാർന്ന സംഗീത ശൈലി കൂടി പി ജയചന്ദ്രൻ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ഏതാണ്ട് 36 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കും വിധം മലയാളിക്കെല്ലാം കാണാനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗാനാർച്ചന നടത്താനും ഒക്കെ കഴിയും വിധത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന പ്രോട്ടോകോൾ നൽകിക്കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും എടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലെയും എറണാകുളത്തെയും ജില്ലാ കളക്ടർമാർക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി ആ ചടങ്ങുകൾ കൂടി അവസാനമായിട്ട് നിർവഹിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള ബഹുമതികളോടും കൂടി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകും. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ മലയാളിയുടെ മുമ്പിൽ പാട്ടിൻ്റെ ഒരു കാലം പ്രത്യേകമായി മാറിപ്പോവുകയാണ്. വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എത്രയോ ഗാനങ്ങൾ ഏത് മലയാളിയോട് ചോദിച്ചാലും, ഏത് തലത്തിൽ പ്രവർത്തിക്കുന്നവനോട് ചോദിച്ചാലും, എത്ര ഉന്നതനാകട്ടെ എത്ര താഴെക്കിടയിലാകട്ടെ, എത്രയോ ഗാനങ്ങൾ മലയാളിക്ക് വേണ്ടി അവർക്ക് ഓരോരുത്തർക്കും പാടാനുണ്ടാവും. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രനെ അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം അനുസ്മരിക്കുകയാണ് റവന്യൂ മന്ത്രി. മന്ത്രിമാരടക്കം പ്രമുഖർ കേരളമാകെ ഒഴുകിയെത്തുകയാണ് പോകുന്നതിലേക്ക്. അത്രമേൽ പ്രിയതരമായ ശബ്ദം, ആ ശബ്ദം മാത്രം ഇനി അവസാനിക്കുന്നു എന്ന് നീണ്ടു തുടരുന്ന ക്യൂ കണ്ടാൽ നമുക്കറിയാം. സാധാരണ ജനങ്ങൾ മുതൽ കേരളത്തിലെ പ്രമുഖർ വരെ അദ്ദേഹത്തെ അവസാനമായി കാണുവാൻ വേണ്ടി പോകുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മന്ത്രി കെ രാജൻ പറഞ്ഞ പോലെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ അദ്ദേഹത്തിന് സംസ്കാരം നടക്കും. അതിനുവേണ്ട നടപടിക്രമങ്ങൾ കളക്ടർമാരെ ഏൽപ്പിച്ചിരിക്കുന്നു, ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് മന്ത്രി കെ രാജൻ അല്പം മുമ്പ് പറഞ്ഞത്. മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനുമെല്ലാം അതിനെല്ലാം സ്വരവും ഭാവവും നൽകിയ ഗായകനാണ്